ഇത് എന്തിരിപ്പാത് കഴിക്കില്ല പേട്ടാ? ഇല്ലവാ, ഉച്ച കഴിഞ്ഞിട്ട് കഴിക്കാം. അതാവുമ്പോ രാത്രി കിടക്കണോ പടം തൊട്ടെങ്കിലും വയറ്റിലേക്ക് തന്നാ മതിയല്ലോ. ശരി എന്നാ. ഏയ് എന്തുട്രത് റേഷൻ കടയുടെ മുമ്പിൽ പട്ടിയിരിക്കണോണ്ടിരിക്കണേ? ജോട്ടാ, മൂപ്പര് ചിലപ്പോൾ വയലന്റ് ഔട്ടാ. നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യണേ. ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന പിന്നെ ആൾ ഇവിടെ തന്നെ താമസം എന്നാ കേട്ടെ. കടക്കാരെ പിടിച്ച് വീട്ടിൽ കയറാൻ പറ്റണ്ടേ? നമ്മുടെ അതേ സിറ്റുവേഷൻ കയ്യില് ചുറ്റിയ ഇവനിന് റിപ്രൂവലായടാ. അഭയൻകുട്ടാ, ഏയ് വെളുത്താ നീ എവിടെയായിരുന്നു കണ്ണാ? എവിടെയൊക്കെ അന്വേഷിച്ചു? അന്റാർട്ടിക്കയിലായിരുന്നു. അവിടെ ആരാള്ളേ? മോലാളി എന്നെ കൊണ്ടൊന്നും പറയിക്കരുതിട്ടാ. എന്തോ പ്രാവശ്യം ഞാൻ നിങ്ങളെ പിന്നാലെ നടന്നു മോലാളി. ഓ പിന്നാലെ വന്നു. നീ പിന്നെ എന്താ എന്റെ അടുത്ത് പറയാത്തെ? മറന്നുപോയി. ശ്രദ്ധിക്കല്ലേട്ടാ ഗ്രീനോ നീ. മോലാളി എന്റെ ക്ഷമ പരീക്ഷിക്കരുതിട്ടാ. നിങ്ങള് ഒരു കൊലപാതകയാക്കി മാറ്റരുത് തന്നെ. ഏയ് നീ ഇങ്ങനെ വയലന്റ് ആവില്ലേ? എടാ ഇതിപ്പോ ഒന്ന് പൊടി തട്ട് എടുക്കണ വെച്ചാ എന്ത് കോസ്റ്റ് വരും? ഏയ് നമ്മുടെ പിണ്ടല്ലേ ഇത്? 40,000 രൂപ വേണ്ടി വരും. എന്തായിട്ടൊന്ന് സഹായിക്കണ്ട. വാ ഗ്രീനോ, ഓ. ടേക്ക് ദാറ്റ്. യെസ്. നീ ഇപ്പൊ പഴയതുപോലെ അമ്പലത്തിൽ പോക്കുന്നില്ലടാ? സർവേ കല്ല് കാക്കത്തൂറിയല്ലോ ഒന്നും കാണാനല്ലോ. പിടിക്കേ. ഇതെനിക്കുള്ള മോലാളി. പിന്നല്ലണ്ട ആർക്കടാ. ഡാ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്കും ഈ ജോയി താക്കോൽക്കാരന് ഇതുവരെ ഒരു പണി കൊടുത്തിട്ടില്ല. അപ്പൊ നിന്റെ വണ്ടിക്ക് ബാലൻസ് ഇനി എത്ര സി സി ഉള്ളടാ? ഒരു 1.5 ലക്ഷം രൂപ ബാക്കി ഉണ്ടാവും. 4 മാസമായിട്ട് സി സി ഒന്നും അടച്ചിട്ടില്ല. അത്ര ഉള്ളോ? അത് അടയ്ക്കാം. നീ ചെക്കെടുക്ക്. ഇതിങ്ങന്നേ പൊക്ക് മണി സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലം ഇതാ. വെച്ചാ പൂജയൊക്കെ കറക്റ്റല്ലടാ. കൂടിയ തെണ്ടൂട്ടാ. നീ സി സി അടച്ച് തീർക്ക്. നീ എന്തുട്ടി കാണിക്കണേ? നാട്ടുകാരെ കാണലടാ. നീ കണ്ണീരൊക്കെ തുറച്ചേ. പിന്നെ അഭയാ, നമ്മള് ഈ സി സി അടച്ച് തീർന്നോടുകൂടി നമ്മുടെ വണ്ടിയുടെ പേര് ചെറുതായിട്ട് ഒന്ന് മാറ്റൂട്ടാ. പുണ്യാളന ഗർഭത്തീസ്ന്ന്. ചെറുതായിട്ട് മനസ്സിലായില്ല മോലാളി. ഒന്നുമില്ലടാ, നിന്റെ വണ്ടി നമ്മളങ്ങോട്ട് മേടിച്ചു. അല്ലെങ്കിൽ ഈ വണ്ടി ബാങ്കുകാർ കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. പിന്നിലുണ്ട്. എനിക്ക് എന്റെ അമ്മേനെ കട്ടു ഇഷ്ടമുള്ള വണ്ടിയാ മോലാളി ഇത്. അതിനിപ്പോ എന്താ, നീ തന്നെ ഓടിക്കണേ. പേര് ചെറുതായിട്ടൊന്ന് മാറ്റുന്നേ ഉള്ളൂ. ഈ പേരും മാറ്റാണ്ട് ഞാൻ ഓടിച്ചാ പോരെ മോലാളി? അയ്യോ, അപ്പൊ ഞാനൊരു പൊട്ടനാവില്ലേ ഭയാ? നീ ആലോചിച്ചിട്ട് തീരുമാനം പറഞ്ഞാ മതി. സംഭവം വർക്കൗട്ട് ആയച്ചാ പുണ്യാളൻ അഗർബത്തീസിന്റെ പെർമനന്റ് സ്റ്റാഫാണ് നീ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. പ്രോഫിറ്റ് ഷെയറിംഗ്, അതാണ് ജോയിന്റെ ലൈൻ. നമ്മുടെ ഇൻഫോസിസിലെ നാരായണമൂർത്തിയെ പോലെ. ഏതമ്പലത്തിലെ മൂർത്തിന്ന്? അഭയാ, തൽക്കാലം വലിയൊരു ശമ്പളമൊന്നും തരാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു നല്ല കാലം വന്നാ അത് എല്ലാവർക്കും ഉണ്ടാവും കേട്ടാ. അത് ഉറപ്പാ. എന്തേരാ ഒരു സ്റ്റാർട്ടിങ് ട്രബിള്? എന്തോ ഇത് വല്ല നടപടിയാവോ? മിസ്റ്റർ പാപ്പാൻ, ഇതിന് പിന്തുടരാൻ പ്രത്യേകിച്ച് ടൈമിങ്സ് ഒന്നുമില്ലേ? അതിപ്പോ ആരോട് പിന്തുടരാൻ പറഞ്ഞിട്ട് നിർബന്ധിക്കാൻ പറ്റുമോ? അതിനൊരു മൂഡ് വേണ്ടേ? അപ്പൊ മൂടില്ലേ? മൂടുണ്ട്, അതൊന്ന് തുറന്നിട്ടുണ്ടേ. ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. അതിനുള്ള ആരും പാർക്ക് ചെയ്തിട്ടില്ലല്ലോ. ഒരാന്റെ കെട്ടിനെ കണ്ടുവിടാ. ഇവന് എവിടത്തെ സെക്യൂരിറ്റി? ഇവരെ പിടിച്ച് ആനക്കിട്ട് കൊടുത്താലോ? ഇതിപ്പോ തീരൂത്. ഇത് കുറെ നേരം പറഞ്ഞു തുടങ്ങിയിട്ട്. പൂരത്തിന് ലേറ്റ് ഔട്ട് ആയിപ്പെട്ടാ. ഇതാ ഞാൻ പറഞ്ഞ ജോയിയെ, വണ്ടി രണ്ട് കാര്യം നടക്കൂല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, വണ്ടി വർക്ക്ഷോപ്പിലാണ്. 1.5 ആഴ്ച കൊണ്ട് റെഡിയാവും. ചെറിയ പണിയുള്ളൂ. നൈസ് പണിയുള്ളോ. ജോട്ടാ, എനിക്കൊരു ഐഡിയ. നമുക്ക് ആനയ്ക്കൊരു അണ്ടർവെയർ തയ്പ്പിച്ചാലോ? അതാകുമ്പോ കുറച്ച് തുണിയുടെ ചെലവില്ലേ ഉള്ളൂ. വൈകുന്നേരം കംപ്ലീറ്റ് സാധനം കളക്ട് ചെയ്യാലോ. എങ്ങനെ? അത് ശരിയാണല്ലോ. എന്താ അഭിപ്രായം? മോഹം കഷു ബഹുകൃതം തുമജൽ ഗുണേദ്യ. അത് കേറില്ലെന്ന്. രാവിലെ കുട്ടികളെ അപ്പിടിക്കാൻ ഇത്ര വിഷമില്ല അല്ലേ ജോയെ? ജോയേട്ടാ, ദേവരിന് മുതൽ എവിടെയായിരുന്നു ചേട്ടാ ഇത്ര നേരം? എത്ര നേരായി വെയിറ്റ് ചെയ്യണു?
ആ വായോ ഔ ഏയ് ഷട്ടർ ഇട്ടാ അയ്യോ മതി ഇന്നത്തേക്ക് ഇത് മതി. കുന്നോളം ആഗ്രഹിച്ചാല പിണ്ടോളം കിട്ടുള്ളൂടാ. ഔ കില്ലൻ സാനാട്ടാ. ഇതിലേക്കാവൂലമ്മേ. അടിച്ചമർത്തപ്പെട്ടവന്റെ സമരമാണ് മോലാളി ഇത്. നമ്മളുണ്ട് കൂടെ. ഓ നിന്റെയൊക്കെ സഹതാപം കാണുമ്പോ എനിക്ക് തൂങ്ങി ചാവാനാ തോന്നണട്ടാ ചിമ്പ്രൂട്ടാ. അങ്ങനെയൊന്നും പറയല്ലേ മുതലാളി, ഞങ്ങൾ പോയി പണി തുടങ്ങട്ടെ. കൂലി പതുക്കെ മതി. നേരെ തൃപ്രയാൾക്ക് വിട്ടോളൂ. അമ്പലത്തിന് മുമ്പിൽ ചെന്നിട്ട് ആന്റോനെ വിളിച്ചാൽ മതി. വൈകുന്നേരം ആകുമ്പോഴത്തേനും ഫുൾ ഓടാ കിട്ടും. കംപ്ലീറ്റ് ചെയ്യാൻ റെഡിയാക്കിണ്ട്. ഭഗവതി, നാളെ കോട്ടയിന്ന് അനുകൂലമായിട്ടുള്ളൊരു വിധി വന്നില്ല വെച്ചാ അപ്പൻ അയച്ചു തന്നീ പോണ കാശും വേസ്റ്റാ. പിന്നെ നമ്മുടെ പുണ്യാളന ഗർഭത്തീസിനെ രക്ഷിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല പേട്ടാ. യുവർ ഓണർ, എന്റെ കക്ഷി ജോയ് താക്കോൽക്കാരനെ ആക്രമിച്ച് ഫാക്ടറി തല്ലി തകർത്ത 3 RIP പാർട്ടി ഭാരവാഹികളാണിവർ. ഇടിവെട്ട് സാബു, പൈലോ പൊറിഞ്ചു, അയ്യന്തോൾ ഷിബു. ഹലോ, ഇവരാണോ നിങ്ങളെ തല്ലിയത്? അതെ യുവർ ഓണർ. തെളിവ് വല്ലതും ഉണ്ടോ? ഉണ്ട് യുവർ ഓണർ. എന്നെ ശാരീരികമായിട്ട് കീഴ്പ്പെടുത്തുന്നതിൻ്റെ ഇടയിൽ ഞാനും ഒരു തിരിച്ചടി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നടുക്ക് നിൽക്കണ ചങ്ങായിയുടെ ചന്തിമേല് ഞാൻ ഒരു വെട്ടുവെട്ടിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട കോടതി ഒന്ന് പരിശോധിക്കണം. സൈലൻസ് സൈലൻസ്. ചന്തി പരിശോധിക്കലല്ല എൻ്റെ ജോലി. സോളിഡായ എവിഡൻസ് വല്ലതും ഉണ്ടോ? ഉണ്ടാവില്ല യുവർ ഓണർ. ഇനി ഉണ്ടെങ്കിലും അതുകൊണ്ട് ഈ കേസിന് പ്രത്യേകിച്ച് ഡെവലപ്മെന്റ്സ് ഒന്നും ഉണ്ടാവാനിടയില്ല. കാരണം ഇപ്പറഞ്ഞ 4-ാം തീയതി നടന്ന ഹർത്താലിന് 1.5 മാസം മുമ്പ് ഇവരെ 3 പേരെയും പാർട്ടി അച്ചടക്ക വിധേയമായി ഡിസ്മിസ് ചെയ്തതാണ്. പ്ലീസ് സീ അവർ ഡിഫൻസ് എവിഡൻസ്. ഇവരെ 3 പേരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള പാർട്ടി മിനിറ്റ്സ് ആണിത്. ഡ്യൂലി ഡേറ്റഡ്. ദിസ് എവിഡൻസ് ഈസ് ഫാബ്രിക്കേറ്റഡ് യുവർ ഓണർ. സംഭവം ശരിയാണല്ലോ. അതായത് ജോയ് താക്കോൽക്കാരൻ ആക്രമിക്കപ്പെടുമ്പോൾ ഇവർ പാർട്ടി പ്രവർത്തകരല്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയും ഈ കേസും തമ്മിലുള്ള ബന്ധം അവസാനിച്ചിരിക്കുന്നു. സോ പ്ലീസ് കൺസിഡർ ദിസ് കേസ് ക്ലോസ്ഡ് യുവർ ഓണർ. പാർട്ടി പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇയാളെ എന്തിനാ തല്ലിയത്? ഏയ് പതുക്കെ, പഴയ ബിൽഡിംഗാ. ഇവര് തല്ലിയിട്ടില്ല എന്ന് പറയുന്നു. പ്രൊഡ്യൂസ് ചെയ്യാൻ തന്റെ എവിഡൻസ് ഒന്നുമില്ല. കേസ് തള്ളി പോവല്ലോ താക്കോൽക്കാരാ. ഏയ് ഇവര് പറയണ കള്ളാണ് യുവർ ഓണർ. പാർട്ടിയുടെ പേരും പറഞ്ഞിട്ടാണ് ഇവറ്റോളെ എന്നെ തല്ലിച്ചതച്ചേ. കോടതിക്ക് വേണ്ടത് പ്രൂഫാണ് മിസ്റ്റർ ജോയ് താക്കോൽക്കാരൻ, അല്ലാതെ ഇതുപോലുള്ള ഇമോഷൻസ് അല്ല. ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കുമെങ്കിൽ ചില കാര്യങ്ങൾ എനിക്ക് ബോധിപ്പിക്കാനുണ്ട്. ആ മാഷ് പറഞ്ഞോളൂ. ഇവരും ഇവരുടെ പാർട്ടിയും ഇവരുടെ വക്കീലും പറയുന്നത് പച്ചക്കള്ളമാണ്. മാഷൊന്ന് തെളിച്ചു പറയൂ. ഈ പറഞ്ഞ 4-ാം തീയതി ഹർത്താലിന് ശേഷം 10-ാം തീയതി നടന്ന വഴുതന പ്രക്ഷോഭത്തിൽ ഇവര് 3 പേരും RIPയെ റെപ്രസെന്റ് ചെയ്ത് പങ്കെടുത്തിട്ടുണ്ട്. ഹർത്താലിന് 1.5 മാസം മുമ്പ് ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ എങ്ങനെ ഇവർക്ക് പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റും? അതിന് വല്ല എവിഡൻസ് ഉണ്ടോ? ഉണ്ട്. ആ പ്രക്ഷോഭം കവർ ചെയ്ത മീഡിയ റിപ്പോർട്ട്സ്, ഫോട്ടോഗ്രാഫ്സ് ഒക്കെ തെളിവായിട്ടുണ്ട്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഈ സാക്ഷിയെ പരിഗണിക്കരുത്. മുൻകൂർ പെർമിഷൻ എടുക്കാതെ കോടതിക്കുള്ളിൽ എങ്ങനെ ഒരു സാക്ഷിയെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും? അങ്ങേക്ക് വേണമെങ്കിൽ എന്റെ വാദങ്ങളൊക്കെ തള്ളിക്കളയാം. പക്ഷെ ഞാൻ പറയുന്നത് സത്യമാണ്. ഈ രാഷ്ട്രീയ നപുംസകങ്ങളുടെ കൂടെ വേദി പങ്കിട്ടതിൽ ഞാൻ ലജ്ജിക്കുന്നു യുവർ ഓണർ. പിടിച്ചു മാറ്റാണ്. അവിടെ പോയിരിക്കണോ? സെക്യൂരിറ്റി പോലീസ്
എന്തിട്ട് മാഷ ഇതൊക്കെ